ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിക്കന്ദറിനെയാണ്. നിങ്ങൾ റെഡിയല്ലേ? എയറോപ്ലെയിനിൽ വെച്ച് ഈ ഞരമ്പൻ ഏതോ ഒരു സ്ത്രീയെ കേറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരൊന്നും ഇത് കണ്ട് പ്രതികരിക്കുന്നില്ല കേട്ടോ. കാരണം അവിടെ ഉള്ളവരൊക്കെ ഈ ഞരമ്പന്റെ ആൾക്കാരാണ്. അവിടെ നിന്നാണ് നമ്മുടെ സിക്കന്ദർ ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. ഇത്ര നേരം ഇതൊക്കെ കണ്ട് എവിടെയോ പതുങ്ങി നിന്ന എയർ ഹോസ്റ്റസ് സിക്കന്ദറിനെ കണ്ടതും ആമ തോടിന്റെ ഉള്ളിൽ നിന്ന് തല പൊക്കി നോക്കുന്നത് പോലെ അവിടേക്ക് വന്ന് നോക്കും. എന്നിട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോവാണ്. സകല നാടിഞരമ്പുകളും പൊട്ടിയിട്ടുണ്ട്. അയ്യോ പോച്ചേ! സിക്കന്ദർ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് അടിക്കണത്. അല്ല, സിക്കന്ദർ കൈയൂരിയിട്ട് കോട്ടിലേക്ക് തിരിച്ചിടുന്നത് വരെ ഈ പൊട്ടൻ ആ കോട്ടും പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. ഇമ്മാതിരി ആൾക്കാരൊക്കെ പണിക്ക് വെച്ചാണ്ടല്ലോ, നീ അടി കൊണ്ട് തിരിയെന്നുള്ളൂ. അങ്ങനെ അടി കൊണ്ട് കിളി പോയ ഞരമ്പന് സിക്കന്ദർ ബായ് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഏതോ ഒരുത്തൻ കിടന്ന് കാരണ പോലെ ഒരു റാപ്പ്. എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഈ മിനിസ്റ്ററിന്റെ മകനാണ് നമ്മൾ നേരത്തെ കണ്ട ഞരമ്പൻ. മകനെ സിക്കന്ദർ പന്നിക്കിട്ടു എന്നറിഞ്ഞ മിനിസ്റ്റർ അയാളുടെ പവർ ഉപയോഗിച്ച് സിക്കന്ദറിന്റെ വീട്ടിലേക്ക് പോലീസിനെ അയക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അറിയണത് ഈ സിക്കന്ദർ ഒരു രാജാവാണിത്രേ. അതെ, രാജാവന്നെ. ഇതാണ് സിക്കന്ദർ രാജാവിന്റെ കൊട്ടാരം. രാജ്കോട്ട് റിയാസത്ത് കി ആഖിരി രാജാ ഹൈ വോ സഞ്ജയ് രാജ്കോട്ട്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് രോമാഞ്ചം വരുമെന്ന് ഇതിന്റെ സംവിധായകന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു കില്ലാടി തന്നെ. അങ്ങനെ സിക്കന്ദറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് അയാളുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ കേറി കേറി എപ്പോഴാന്നാവോ ഇവര് സിക്കന്ദറിന്റെ അടുത്തെത്താൻ പോണത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോലീസ് അകത്തേക്ക് വന്നപ്പോ സിക്കന്ദറിന്റെ ഭാര്യ റാണി പോലീസുകാരോട് പറയാണ്, സിക്കന്ദർ രാജാവ് നിങ്ങളെ തേടി 1 മണിക്കൂർ മുമ്പേ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇത്രയും പടിയൊക്കെ കയറി വന്ന ഇവന്മാര് പൊട്ടന്മാരാവുകയാണ്. അങ്ങനെ പോലീസുകാർ വീണ്ടും കേറിയ പടിയൊക്കെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാൻ നോക്കുമ്പോ അവിടെ അത് ആൾക്കാരൊക്കെ കൂടി പോലീസുകാരുടെ വണ്ടികളൊക്കെ തല്ലി പൊളിക്കുകയാണ്. സിക്കന്ദർ രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഇഷ്ടമാവാത്തോണ്ടാണ് കേട്ടോ നാട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ല, അപ്പൊ ഈ പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുമ്പോ ഈ നാട്ടുകാർ കണ്ടില്ലേന്നാവോ? ആലോചിക്കാൻ സമയം വേണോ? അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ ഈ പൊട്ടന്മാര് സിക്കന്ദർ രാജാവിന്റെ വണ്ടിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് സിക്കന്ദർ രാജാവ് കൂളായിട്ട് ഇരിക്കുകയാണ്. സ്റ്റേഷന്റെ അകത്തുള്ള ഒരു ചെമ്പ് കൈ തട്ടി നിലത്ത് വീണതും അതിന്റെ ശബ്ദം കേട്ട് പുറത്ത് നിൽക്കുന്ന നാട്ടുകാരൊക്കെ ബഹളം വെക്കുകയാണ്. അത് കണ്ട് പേടിച്ച പോലീസ് രാജാവിനെ വെറുതെ വിടും. ഇതൊക്കെ വിശ്വസിക്കുവോ? ഇനി ഒരു പാട്ടാണ്. നമ്മുടെ രാജാവിന് കളിക്കാനൊന്നും വയ്യ, കണ്ടില്ലേ? എവിടെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാ അവിടെ നിന്ന് എഴുന്നേക്കാൻ പിന്നെ ഈ പെണ്ണിന്റെ സഹായം വേണം. വയസ്സായില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? ഈ പാട്ടിന്റെ ഒരു വരി പോലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. കാരണം അപ്പോഴേക്കൊരു ഫൈറ്റ് വരും. ഫൈറ്റിന്റെ ഇടയിൽ ഏതോ ഒരുത്തൻ വന്നിട്ട് ഡർ ബുർ എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ട് പോണ്ട്. ഫൈറ്റിന്റെ അവസാനം വില്ലന്മാരുടെ ഗാങ് സിക്കന്ദറിനെ ഗൺ പോയിന്റിൽ നിർത്തും. പക്ഷെ ഈ പൊട്ടന്മാര് വെടിവെക്കില്ലാന്നേ. അല്ല, ഇവന്മാരെന്താ വെടിവെക്കാത്ത? സിക്കന്ദറിന്റെ ആൾക്കാരൊക്കെ ട്രെയിനിന്റെ അപ്പുറത്തല്ല നിക്കണത്. സിക്കന്ദറിന്റെ ആൾക്കാരൊക്കെ എവിടേക്ക് പോയി? എങ്ങാട് പോയി അറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴിച്ച് താഴോട്ട് പോയാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചായക്ക് മധുരമില്ലാത്തോണ്ടാണ് ഇയാള് മുഖത്ത് ഇങ്ങനെയൊക്കെ കാട്ടണതെന്ന്. എന്നാൽ അല്ല, സിക്കന്ദർ ലാപ്ടോപ്പിൽ കാര്യമായിട്ട് എന്തോ നോക്കാണ്. അതും ഈ എക്സ്പ്രഷനും തമ്മിൽ എന്താണ് ബന്ധം? ഇനി ഒരു ഫൈറ്റ്. പാറമടയിൽ വെച്ച് സിക്കന്ദർ മറ്റേ മിനിസ്റ്ററിന്റെ ഗുണ്ടകളൊക്കെ അടിച്ചു പറപ്പിക്കുകയാണ്. അവിടെ ഒരു എക്സ്പ്ലോഷൻ. പേടിക്കണ്ട, സിക്കന്ദറിന് ഒന്നും പറ്റില്ല. റാണിയുടെ വയറ്റില് ഒരു പാറക്കഷ്ണം കുത്തി കേറിയിട്ടുണ്ട്. പക്ഷെ റാണി അതൊന്നും ആരോടും പറയണില്ല. കാരണം സിക്കന്ദർ വിഷമിക്കുന്നത് കാണാൻ റാണിക്ക് പറ്റില്ല. പിന്നെ അനുഭവിച്ചോട്ടോ.
ഈ റാണിയുടെ കാര്യം ഭയങ്കര കോമഡിയാണ് കേട്ടോ. റാണി ഒരു പെയിന്റിംഗ് വരച്ചു കൊണ്ടുവന്നു. അത് കാണാൻ ഇയാൾക്ക് നേരില്ല. റാണി പ്രഗ്നന്റ് ആണെന്ന് പറയാൻ വന്നപ്പോ അത് കേൾക്കാനും ഇയാൾക്ക് നേരില്ല. इतना सब कुछ करके पूछ रहे हो क्या हुआ? ये क्वारी की मैनेजर की आवाज है. അപ്പൊ റാണി വിചാരിച്ചിട്ടുണ്ടാവും പാറക്കഷ്ണം വയറ്റിൽ കയറിയത് എന്തിനാ ഇയാളുടെ അടുത്ത് പറയണത്, അത് കേൾക്കാനും ഇയാൾക്ക് നേരണ്ടാവില്ലല്ലോ. പക്ഷെ പാട്ട് സീനൊക്കെ വരുമ്പോ ഇയാളുടെ ഒപ്പം തുള്ളാനും പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ഈ പെണ്ണ് തന്നെ വേണം. വല്ലാത്ത ലവ് തന്നെ. അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ബോഡി ഇവിടെ വെച്ചിട്ട് റാണി ജീവനും കൊണ്ട് പോയി. അതായത് ഇവര് ചത്തുപോയി എന്നർത്ഥം. ഇത്രയും വലിയ പിടിപാടൊക്കെയുള്ള രാജാവ് സ്വന്തം ഭാര്യ മരിച്ച വിവരം നാട്ടുകാർ പറയുമ്പോഴാണ് അറിയണത്. അല്ല സാർ ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. सोचा था कि पूरी जिंदगी बड़ी कसम से यार ഇയാള് ഡയലോഗ് പറയാണോ അതോ തുപ്പാണോ? इतना कम वक्त है टेकन फॉर ग्रांटेड. ഈ സിനിമയിലെ എല്ലാ സീനിലും ഇയാൾ ഇങ്ങനെയാണ് ഡയലോഗ് പറയണത്. सोचा था कि कसम से यार कभी ഇയാള് പറയുന്ന ഡയലോഗ് മനസ്സിലാവണമെങ്കിൽ ഇയർഫോൺ വെക്കേണ്ടി വരും. अपनों को कभी टेकन फॉर ग्रांटेड. സാർ യുവർ സ്പ്രേയിങ് സാർ. അങ്ങനെ ഭാര്യ മരിച്ച സങ്കടത്തിൽ രാജാവ് ഒരു പാട്ട് പാടും. वो समझ सके. എന്തോ കാര്യമായിട്ട് പാടുണ്ട്. ഒന്നും മനസ്സിലാവാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. റാണി മരിച്ചതിന് ശേഷം അവരുടെ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്തിരുന്നു. ആ ഓർഗൻസ് സ്വീകരിച്ച ആൾക്കാരെ കാണാൻ വേണ്ടി വളരെ വിഷമത്തോടെ സിക്കന്ദർ മുംബൈയിലേക്ക് പോകും. അപ്പോഴുള്ള ബീജിയമാണ് കേട്ടോ ഇത്. ഒരു ഇമോഷണൽ സീന് വരുമ്പോഴല്ല ഇതുപോലെ തകരപ്പാട്ട കൊട്ടേണ്ടത്. മനസ്സിലായോ? മുംബൈയിലെത്തിയ സിക്കന്ദർ അയാളുടെ വൈഫിന്റെ ഓർഗൻസ് കിട്ടിയ ആൾക്കാരെ നേരിട്ട് ചെന്ന് കാണുകയാണ്. നമ്പർ 1 ഖമറുദ്ദീൻ. ഖമറുദ്ദീൻ ഒരു തെരുവിലാണ് താമസിക്കുന്നത്. അവന് ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രങ്ങളില്ല. ഇത് മനസ്സിലാക്കിയ സിക്കന്ദർ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ലേ? ഇല്ലേ? ഒന്ന് പോടോ. ഖമറുദ്ദീൻ താമസിക്കുന്നിടത്ത് ഫുള്ള് വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയ സിക്കന്ദർ ആ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് ഒരു കണ്ടെയ്നർ നിറയെ പൈസ കൊടുത്ത് ആ പ്രശ്നം പരിഹരിച്ചു. കാരണവന്മാരുണ്ടാക്കിയിട്ടതുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കുക, അല്ലാതെ ഇയാളുടെ കയ്യിൽ നിന്ന് 5 പൈസ പോലും ഈ കേസിൽ ഇറങ്ങിയിട്ടില്ല. നമ്പർ 2 വൈദേഹി. ഇവരാണ് റാണിയുടെ കണ്ണ് സ്വീകരിച്ച സ്ത്രീ. പണയത്തിലായിരുന്ന വൈദേഹിയുടെ താലിമാലയും വളയും ഒക്കെ സിക്കന്ദർ തിരിച്ചെടുത്തു കൊടുക്കുകയാണ്. വൈദേഹി സിയ ടോപ്പറാണ്. പക്ഷെ അവളുടെ അമ്മായിയപ്പന് പെണ്ണുങ്ങൾ ജോലിക്ക് പോണതൊന്നും ഇഷ്ടല്ല. ഈ പ്രശ്നത്തിനും നമ്മുടെ സിക്കന്ദർ പരിഹാരം കണ്ടെത്തും. പലഹാരം വേണോ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. സിയ ടോപ്പറായ വൈദേഹിക്ക് സിക്കന്ദർ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് സെറ്റ് ആക്കി കൊടുക്കും. പപ്പടം ഉണ്ടാക്കി വിൽക്കുക, അതാണ് ജോലി. നീ ഇതുപോലെ വല്ല പണി നോക്ക്. ഈ പണിയാ ഞാനാ എന്താ അതിന് അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. 10 കിലോ പപ്പടം ഇവർ $1200 സായിപ്പിന് വിറ്റൂത്രേ. അതിച്ചിരി കൂടുതലല്ലേ? ഇതൊക്കെ പിന്നെ പോട്ടേന്ന് വെക്കാം. ഇവര് തമിഴ് ബ്രാഹ്മിൻസ് ആണ്. പക്ഷെ ഇവരുടെ തമിഴ് കേട്ടാണ്ടല്ലോ നമുക്ക് ചിരി വരും. അപ്പ ബോച്ചെ എല്ലാമേ ബോച്ചെ ബോച്ചെ. അങ്ങനെ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് സിക്കന്ദർ അടുത്ത വീട്ടിലേക്ക് പോവാണ്. അല്ല, ഇങ്ങനെ പോണ വഴിക്ക് എന്റെ വീട്ടിലൊന്ന് കയറൂ, എനിക്കിത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്പർ 3 നിഷ. നിഷയുടെയിലാണ് റാണിയുടെ ഹൃദയമുള്ളത്. അവിടേക്ക് പോണ വഴിയില് ഗെയിം ഓഫ് ത്രോൺസിന്റെ BGM അടിച്ചു വരുത്തിയ പോലത്തെ ഒരു സാധനം വരും. നിഷയുടെ ഹാർട്ട് ബീറ്റ് ഒരുപാട് ലോ ആയതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഡോക്ടർമാര് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സിക്കന്ദർ വിദേശത്തുള്ള ഏതോ ഒരു ഡോക്ടർ ജോണിനെ വീഡിയോ കോൾ വിളിച്ച് നിഷയുടെ ഓപ്പറേഷൻ നടത്തിക്കുകയാണ്. അല്ല, അപ്പൊ ഇവന്മാരൊക്കെ എന്താ പഠിച്ചത്? അങ്ങനെ 3 പേരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സിക്കന്ദർ സോൾവ് ചെയ്തു. അപ്പോഴാണ് മറ്റേ മിനിസ്റ്ററിന്റെ മകൻ ഞരമ്പൻ സിക്കന്ദറിനെ കൊല്ലാൻ വേണ്ടി വരുന്നത്. അതിപ്പോ ലാഭായല്ലോ. ഇനി ഒരു പാട്ട്. ഈ പാട്ട് ഞാൻ എവിടെയോ പാട്ട് മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഈ സിറ്റുവേഷൻ വരെ ഇവർ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഹോളി കോപ്പി അടിച്ച പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അയാളുടെ ശംഭുവും ലോലനും. അങ്ങനെ അവസാനം സിക്കന്ദർ സഹായിച്ചവര് തന്നെ അയാളെ കുറ്റം പറയാൻ തുടങ്ങി. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനവെട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അവസാനം സിക്കന്ദർ ശരിക്കും ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന സമയമായി. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? അറിയില്ല, അറിയിക്കില്ല. ഇയാള് രാജ്കോട്ട് കാ രാജാ ഹൈ വോ. Feel anything? No.
ഇതിന്റെയൊക്കെ ഇടയില് അസുഖം കൂടിയ കമറുദ്ദീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവിടെ സിക്കന്ദറിന്റെ കുറച്ച് മോട്ടിവേഷണൽ ഡയലോഗ്സ്. ആദ്യമായി ട്രെയിൻ പോകുന്ന ശബ്ദമാണ് സിക്കന്ദർ നമുക്ക് വേണ്ടി അനുകരിക്കാൻ പോകുന്നത്. കമോൺ സിക്കന്ദർ. വാവ്, എല്ലാവരും നല്ലൊരു കൈയടി സിക്കന്ദറിന് വേണ്ടി കൊടുക്കുക. വെരി ഗുഡ്, നൈസ് സിക്കന്ദർ, നൈസ്. അടുത്തതായി ചൈനീസ് പടക്കം പൊട്ടുന്നതിന്റെ ശബ്ദം സിക്കന്ദർ നമുക്ക് വേണ്ടി അനുകരിക്കുന്നതായിരിക്കും. എല്ലാവരും നിശബ്ദത പാലിക്കുക. ഖമോൺ റ സിക്കന്ദർ. അങ്ങനെ ആശുപത്രിയിൽ സിക്കന്ദറിന്റെ മിമിക്രി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ മറ്റേ ഞരമ്പന്റെ അച്ഛൻ മിനിസ്റ്റർ അയാളുടെ മകൻ പൊട്ടത്തരം കാണിച്ച് ചത്തതിന്റെ പേരില് സിക്കന്ദറിനെയും ബാക്കിയുള്ളവരെയും കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിടുകയാണ്. ഓ പിന്നെ ആൾക്കാര് കൊല്ലാൻ വരുമ്പോ ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാതെ വിഷ്ണു ഭഗവാനെ പോലെ സിക്കന്ദർ രക്ഷിക്കും എന്നൊക്കെ മാസ് ഡയലോഗ് അടിക്കുകയാണ് നമ്മുടെ അമ്മച്ചി. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് മിനിസ്റ്ററിന്റെ 200 ഗുണ്ടകളെ സിക്കന്ദറും ടീമും വെട്ടിക്കൊല്ലുകയാണ്. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എന്നിട്ട് നേരെ മിനിസ്റ്ററുടെ വീട്ടിൽ പോയി ബോംബിടും. എന്നിട്ട് മിനിസ്റ്ററിനെ ഇടിച്ചിടും. അങ്ങനെ വീണ്ടും നമ്മൾ തുടക്കത്തിൽ കണ്ട മണ്ടന്മാര് സിക്കന്ദറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. നിനക്കൊന്നൊരു പണിയില്ല. ജനങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് പോലീസുകാര് സിക്കന്ദറിനെ വെറുതെ വിടുകയാണ്. തന്നെ ആരോട് പോലീസുകാരനാക്കിയത്? മിനിസ്റ്ററിനെ ആക്രമിച്ചതും 200 പേരെ കൊന്നതൊക്കെ എല്ലാവരും മറക്കും. പക്ഷെ നമുക്ക് മറക്കാൻ പറ്റുമോ? പോയത് നമ്മുടെ കാശല്ലേ. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ പടം പൊട്ടും.